കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്പം ചാഞ്ചല്യം ഉണ്ടായാൽ അവിടെ സാത്താൻ പ്രവർത്തിക്കുവാൻ തുടങ്ങും. നമ്മുടെ സംശയം വർദ്ധിപ്പിക്കുവാൻ അവൻ എന്തെല്ലാം വേലകൾ വേണമെങ്കിലും കൊണ്ടുവരും. നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെയും അവൻ നമ്മോട് സംശയിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കഷ്ടങ്ങളുടെ ചൂട് എത്ര ഇരട്ടി കൂട്ടാമോ അത് തന്നെ അവൻ ചെയ്യും. എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന് നാം എങ്ങനെയെല്ലാം ചിന്തിച്ചാലും ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിൽ അവൻ നമ്മെ കൊണ്ട് എത്തിച്ചു എന്ന് വന്നേക്കാം. ഒരു പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത പ്രതിസന്ധി. ഇയ്യോബിൻ്റെ അവസ്ഥ ചിന്തിക്കൂ. എന്നാൽ ഇതൊന്നും ദൈവം അറിയാതെയല്ല എന്ന് ദൈവം ആദ്യമേ വ്യക്തമാക്കി കൊടുത്തു. നമ്മുടെ കാര്യത്തിലും അതുതന്നെയല്ലേ ശരി? പതറിപ്പോകുന്നത് പലപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം ഇല്ലാത്തതിനാലല്ലേ? ചിന്തിച്ചാട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്ന് 3-ാം അധ്യായത്തിലേക്ക് വരാം. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. ആ ഭാഗം എടുത്താട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം. ഇയ്യോബിനെ ഒരു പരീക്ഷണോപാധിയാക്കിയതായി നാം കണ്ടു. സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചു. അവൻ ദൈവത്തോട് പറഞ്ഞു, നീ ഇയ്യോബിന് ചുറ്റും ഒരു വേലി കെട്ടി ആരും അങ്ങോട്ട് കയറി അവനെ ആക്രമിക്കരുത്. മാത്രമല്ല, നീ അവന് ഈ ആയുസ്സിൽ ആവശ്യമുള്ളതെല്ലാം സമൃദ്ധിയായി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ സൗകര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ അവൻ നിന്നെ മുഖത്ത് നോക്കി തള്ളിപ്പറയും, അവൻ നിന്നെ ശപിക്കുമെന്ന്. എത്ര ഭയങ്കരമായ വെല്ലുവിളിയില്ലേ! സാത്താൻ വാസ്തവത്തിൽ മനുഷ്യവർഗത്തിൻ്റെ മേൽ മൊത്തം ഒരു അപകീർത്തി കൊണ്ടുവരികയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ദൈവദൂഷണവും. ദൈവത്തെ വെല്ലുവിളിക്കുകയാണവൻ. സർവശക്തനായ ദൈവത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഈ സാത്താൻ കൊണ്ടുവന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു സ്വർഗത്തിലെ ദൂതന്മാരൊക്കെ ഞെട്ടിപ്പോയി കാണും. ദൈവം സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയിൽ ഏറ്റവും ഉയർന്നവനായിരുന്നു ഈ സാത്താൻ. അവൻ ലൂസിഫർ ആയിരുന്നല്ലോ. എന്നാൽ പിന്നീട് അവൻ വീണു. അവനാണ് ഇന്ന് ദൈവദൂഷണം പറയുന്നത്. ഇയ്യോബിനെ തൊടുവാൻ ദൈവം സാത്താനെ അനുവദിച്ചു. സാത്താൻ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. ഇയ്യോബിനെ തകർത്ത് കളയുവാൻ ഒന്നിനു പുറകെ ഒന്നായി സാത്താൻ ഇയ്യോബിൽ നിന്ന് ഓരോന്ന് എടുത്തു കളഞ്ഞ വിധം നാം കണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഈ പുസ്തകത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇയ്യോബും അവനെ ആശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതന്മാരും തമ്മിലുള്ള സംവാദം 3 മുതലുള്ള അധ്യായങ്ങളിൽ ആരംഭിക്കുന്നു. അവരുടെ സംവാദത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം അല്പം ഒന്ന് നിന്നിട്ട് ഇതിൻ്റെ മൊത്തം പശ്ചാത്തലം വീണ്ടും ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളും ഞാനും നഷ്ടപ്പെട്ട ഒരു വർഗത്തിൽപ്പെട്ടതാണ്. നാം ഇവിടെ ഒരു കൂട്ടം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൊലപാതകന്മാരുടെയും ഇടയിലാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ പ്രയാസമാണ്. നാം നഷ്ടപ്പെട്ടവരാണ് എല്ലാവരും. നാം പറയും, എന്നാലും ഞാനീ പറഞ്ഞതുപോലെ അല്ല എന്ന്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. വാസ്തവം നാം എല്ലാം ഈ പറഞ്ഞതുപോലെ ആകുന്നു എന്നതാണ്. നാം അതുപോലൊരു വർഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ നമ്മെ അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ദൈവത്തിന് കഴിയാത്തത്. നാം ഇന്നായിരിക്കുന്ന ഈ ലോകത്തെ ഇതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് എടുത്താൽ ഇതേ ലോകം തന്നെയല്ലേ വീണ്ടും അവിടെ ഉണ്ടാകുവാൻ പോകുന്നത്? പിന്നെ സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അങ്ങനൊരു സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ ഇതിൻ്റെ ഒരു പകർപ്പ് വീണ്ടും കിട്ടുന്നതിൽ യാതൊരു രസവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിനൊരു കാരണവും ദൈവം കാണുന്നുമില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് നാം ഇന്നായിരിക്കുന്നത് പോലെ അവൻ നമ്മെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ പോകുന്നില്ല. ഈ കാരണത്താലാണ് കർത്താവായ യേശുക്രിസ്തു മതഭക്തനായ എല്ലാം കൊണ്ടും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്ന ഒരു പരീശനോട് പറഞ്ഞത്, നീ പുതുതായി ജനിക്കണം എന്ന്. ഈ പറഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ആശ്വാസം തരുന്നതാണെങ്കിൽ ഞാൻ പറയട്ടെ, നാം എല്ലാം ഒരേ വള്ളത്തിലാണ്. ഒരു വ്യത്യാസവുമില്ല. നാം ഇന്ന് സാധാരണ പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. വിചിത്രമായ പെരുമാറ്റമാകുവാൻ പാടില്ല. മനഃശാസ്ത്രജ്ഞന്മാർ ഈ വിഷയം വളരെയേറെ സംസാരിക്കാറുണ്ട്. എങ്ങനെയാണ് നാം ഈ സാധാരണ പെരുമാറ്റത്തിൽ വരുന്നത്? മനഃശാസ്ത്രജ്ഞന്മാർ അതിനു വേണ്ടിയിട്ട് ഒരു വലിയ ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പെരുമാറുന്ന വിധത്തെ സാധാരണ പെരുമാറ്റമെന്നും അതിൻ്റെ ഒരറ്റം ന്യൂനതയുള്ള പെരുമാറ്റവും മറ്റേ അറ്റം അസാധാരണമായ പെരുമാറ്റവും
അല്ല, ഈ ഭൂരിപക്ഷമെന്ന് പറയുന്നവർ കാണിക്കുന്നതാണ് സാധാരണ പെരുമാറ്റമെന്ന് ആര് പറഞ്ഞു? അവർ അങ്ങനെയാകുന്നു എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് മതിയായ കാരണങ്ങളില്ല എന്നതാണ് സത്യം. ദൈവം പറയുന്നത് നാം എല്ലാം പാപത്തിലാകുന്നു എന്നത്രേ. പാപത്തിൽ ദൈവത്തോടടുത്ത് ചെല്ലുവാൻ കഴിയാത്ത പാപികളാണ് നാം എല്ലാം. മനുഷ്യനെന്ന് പറയുന്ന ഈ ജീവിയുണ്ടല്ലോ, അവൻ ബലഹീനനും തീരെ കഴിവില്ലാത്തവനും കുറവുകൾ വരുത്തുന്നവനുമാണ്. ഏതൊരു മനുഷ്യൻ്റെയും സമതുലിതാവസ്ഥ തകർക്കുവാൻ എളുപ്പമാണ്. അത് നമ്മിൽ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. ഇയ്യോബിന് മാത്രമല്ല, ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ശരിയായ മാതൃകയിൽ നിന്നും വ്യതിചലിച്ചു പോകുവാൻ എളുപ്പമാണ്. കണക്കുകൾ വെളിപ്പെടുത്തുന്ന വസ്തുത, ശാരീരിക രോഗങ്ങളുടെ ചികിത്സയേക്കാൾ ഏറെ ഇന്നും മനുഷ്യൻ പോകുന്നത് മാനസിക രോഗങ്ങളുടെ ചികിത്സയ്ക്കാണ്. നമ്മുടെ കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് അടിക്കടി ഉയരുന്നതായി നാം കാണുന്നു. ആ കാര്യത്തിൽ നാം മുൻപന്തിയിലാണ്. മാനസികമായ തകർച്ച മൂലമല്ലേ ഇത്? ഇനിയും മദ്യപാനികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ ക്രമാതീതമായി ഉയരുന്നു. അതെ, സമതുലിതാവസ്ഥ തകർന്ന ഒരു സമൂഹം. മനുഷ്യൻ നേരുള്ളവനായി നേരെ എഴുന്നേറ്റ് നിൽക്കുന്നതിനായി ദൈവം ചില താങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സഭാപ്രസംഗിയിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. സഭാപ്രസംഗി 7:29 ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവം മനുഷ്യനെ സംരക്ഷിക്കുവാനായി ചില ആയുധങ്ങൾ ധരിപ്പിച്ചു. സുരക്ഷിതത്വത്തിനായി എന്ന് വേണമെങ്കിൽ പറയാം. സകല മനുഷ്യർക്കും ദൈവികവും അല്ലാത്തതുമായ പല സഹായങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും അവൻ ഒരുപോലെ മഴയെ അയക്കുന്നു. ഭക്തനായൊരു വ്യക്തിക്ക് കിട്ടുന്നത്രയും തന്നെ സൂര്യപ്രകാശവും വായുവും ദുഷ്ടനും ലഭിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കരുണയെന്നല്ലാതെ എന്തു പറയാനാണ്? എന്നാൽ പിശാചിനറിയാം, അവനൊരു മനുഷ്യനെ പിടിച്ച് അവൻ്റെ താങ്ങുകളൊക്കെ എടുത്തു മാറ്റി അവന് ലഭ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഇല്ലാതാക്കി അവൻ്റെ സുരക്ഷിതത്വ ബോധം നശിപ്പിച്ച് അസ്വസ്ഥനാക്കിയാൽ മനുഷ്യനെ ആകെ ചിന്താക്കുഴപ്പത്തിലാക്കാം, കീഴ്മേൽ മറിക്കാം, അവനെ ആകെ വട്ടം കറക്കാമെന്ന്. അതുകൊണ്ട് തന്നെ പിശാചിനെ ഒരു വ്യക്തിയിൽ നിന്നും അകറ്റി നിർത്തുന്നതിനായി ദൈവം ഓരോരുത്തർക്ക് ചുറ്റും ഓരോ വേലി കെട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ആ വേലിയും അതിൻ്റെ ഗേറ്റും ഒക്കെ തകർത്ത് അകത്ത് പ്രവേശിക്കുവാൻ സാത്താനെ ദൈവം അനുവദിച്ചെന്നും വന്നേക്കാം. അങ്ങനെ അകത്ത് പ്രവേശിച്ചാൽ അവന് ചെയ്യാവുന്ന ദ്രോഹമെല്ലാം അവൻ ചെയ്യും. ഇയ്യോബിനെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുവാൻ ദൈവം പിശാചിനെ അനുവദിച്ചു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം ഈ പ്രശ്നം അവതരിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ആകെ ഇല്ലാതാക്കുന്ന, ഉരിഞ്ഞു കളയുന്ന ഒരനുഭവം. ഉത്തരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പരിഹാരം പറയുന്നില്ല. യഥാർത്ഥ ഉത്തരത്തിനായി നാം പുതിയ നിയമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആദ്യ ഭാഗത്ത് പ്രശ്നങ്ങളും ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് നൽകിയിരിക്കുന്ന ഒരു പുസ്തകം പോലെയാണ് ഇത്. ബൈബിളും അതുപോലെയാണ്. പ്രശ്നം നാം ഇവിടെ കാണുന്നു, എന്നാൽ ഉത്തരം കിട്ടണമെങ്കിൽ നാം പുതിയ നിയമത്തിലേക്ക് തിരിയേണ്ടതുണ്ട്. പല കാരണങ്ങളാലും പഴയ നിയമം വളരെയധികം അസംതൃപ്തമായൊരു പുസ്തകമാണ്. ഇതിൽ തന്നെ വാസ്തവത്തിൽ യാതൊന്നും പരിഹരിച്ചിട്ടില്ല. ആരോ പറഞ്ഞു, പഴയ നിയമ പ്രതീക്ഷയും പുതിയ നിയമം പൂർത്തീകരണവുമാകുന്നു എന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ സാത്താൻ ഇയ്യോബിനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ചിന്തിച്ച് രക്ഷപ്പെടുവാനുള്ള ഇയ്യോബിൻ്റെ എല്ലാ പഴുതും അവൻ അടച്ചു. ഇയ്യോബും തൻ്റെ സ്നേഹിതന്മാരുമായുള്ള സംവാദത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒന്ന്, സാത്താൻ ഇയ്യോബിൻ്റെ സകല ഭൗതിക വസ്തുക്കളും അവങ്കിൽ നിന്നും എടുത്തു മാറ്റി. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭൗതിക വസ്തുക്കൾ. ഒരു മൃഗം അതിൻ്റെ ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് ജനിച്ചു വീഴുന്നത് തന്നെ. എന്നാൽ നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ ആരെങ്കിലും നമ്മെ ഒരു ഉടുപ്പ് ഇടിയിക്കണമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ നാം തന്നെ നമ്മുടെ ഉടുപ്പ് വാങ്ങേണ്ടതായി വന്നു. ആഹാരവും വസ്ത്രവും പാർപ്പിടവും നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. മനുഷ്യന് ആട്ടിൻകൂട്ടവും കന്നുകാലികളെയും കളപ്പുരകളും വസ്തുക്കളുമൊക്കെ ആവശ്യമാണ്. വീടും കൂടുമൊക്കെ ആവശ്യമാണ്. അവന് ജീവിക്കുവാനുള്ള ഓരോന്നും അവനാവശ്യമാണ്. അവനൊരു വീട് ആവശ്യമാണ്. ദൈവം നമുക്കെല്ലാം സമൃദ്ധിയായി നൽകിയിരിക്കുന്നത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമാണെന്ന് ദൈവവചനം പറയുന്നു. ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന ഓരോന്നും മനുഷ്യൻ ആസ്വദിക്കണമെന്ന് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പാപത്തിൻ്റെ ശാപം ഈ ഭൂമിയിലുണ്ടെങ്കിൽ തന്നെ ദൈവം മനുഷ്യനായി വളരെ അത്ഭുതകരമാവണ്ണം മനുഷ്യനെ കരുതിയിരിക്കുന്നു. ഭൗതിക കാര്യങ്ങൾ ആത്മിക അനുഗ്രഹങ്ങളാകാം. സമൃദ്ധി
ദാനമാണ്. വിശാലമായൊരു കളപ്പുര പണിയുന്നതിൽ യാതൊരു തെറ്റുമില്ല. നല്ല സൗകര്യങ്ങളോടെ ഒരു വീട് പണിയുന്നതിൽ തെറ്റൊന്നുമില്ല. അപകടം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആശ്രയിക്കുന്നതാണ്. അതില്ലാതെ ജീവിക്കുവാൻ കഴിയില്ല എന്ന വിധത്തിൽ അതിൽ ചാരുന്ന മനോഭാവമാണ് തെറ്റ്. ഊണിലും ഉറക്കത്തിലും ചിന്ത ഈ പറഞ്ഞ ഭൗതിക കാര്യമാകുന്നെങ്കിൽ അത് തെറ്റാണ്. ചില ആളുകൾക്ക് എങ്ങനെ കൂടുതൽ പണമുണ്ടാക്കാം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ എന്താണ് എളുപ്പമാർഗമെന്ന് അവർ എപ്പോഴും ആരായുന്നു. വേറെ ചിലർ തങ്ങളുടെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ഭൗതികമായതിൽ ആശ്രയിക്കുന്ന മനോഭാവം. കേരളത്തിലെ നമ്മുടെ സമൃദ്ധിയും അഭിവൃദ്ധിയുമൊക്കെ ഒരു തെറ്റായ മനോഭാവം ഇന്ന് നമുക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. ഒരു കാലത്ത് ഞെരുക്കവും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നപ്പോൾ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ വിളിക്കുവാനും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നത് പോലും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണില്ലേ? എനിക്കും എൻ്റെ സൗകര്യങ്ങൾക്കും വെളിയിൽ യാതൊന്നും എനിക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ഇടുങ്ങിയ ചിന്താഗതി. മിഥ്യയായ ഒരു സംതൃപ്തിയിൽ നാം കഴിഞ്ഞുകൂടുകയല്ലേ? ഞങ്ങളുടെ യന്ത്രോപകരണങ്ങൾ, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ സുഖങ്ങൾ എന്നിവ കൊണ്ട് നാം നമുക്ക് തന്നെ ഒരു ജയിലുണ്ടാക്കി അതിൽ പാർക്കുകയാണ്. തൊട്ടടുത്ത വീട്ടിൽ പാർക്കുന്നത് ആരെന്നോ അവരുടെ പ്രശ്നങ്ങൾ എന്തെന്നോ നമുക്കറിയില്ല. അറിയുവാനൊട്ട് സമയവുമില്ല, മനസ്സുമില്ല. ശ്വാസം മുട്ടിക്കഴിയുന്ന ഈ കാരാഗ്രഹത്തിൽ നിന്നും വെളിയിൽ വരുവാൻ മനുഷ്യൻ പെടുന്ന പാടെത്രയാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ അവനാകെ അസ്വസ്ഥനാണ്. ഒരു ദിവസം TV കാണാൻ കഴിയാതെ വന്നാൽ, എന്തെങ്കിലും സൗകര്യങ്ങളിൽ ഒരു കുറവ് സംഭവിച്ചാൽ എല്ലാം കുഴഞ്ഞു. ഒരു വിശ്വാസി അല്പം സമയം വേറിട്ടെടുത്ത് തൻ്റെ കോപ്പുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഞാൻ എൻ്റെ വസ്തുവകകളിലാണോ ആശ്രയിക്കുന്നത്, അതോ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസരം വന്നാൽ എൻ്റെ മനോഭാവം എന്തായിരിക്കും? ഇയ്യോബിന് സകലവും നഷ്ടമായി. അവൻ സമൃദ്ധിയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി. ഇയ്യോബ് ഇളകി, എങ്കിലും അടിസ്ഥാനത്തിൽ നിന്നും മാറിയില്ല. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. രണ്ടാമതായി, ഇയ്യോബിൻ്റെ പ്രിയപ്പെട്ടവരെ അവനിൽ നിന്നും എടുത്തു മാറ്റുവാൻ ദൈവം സാത്താനെ അനുവദിച്ചു. നമുക്കൊരു താങ്ങായി കുഞ്ഞുങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുവാനായി ദൈവം നൽകിയിരിക്കുന്നു. നിങ്ങൾക്കും എനിക്കും പ്രിയപ്പെട്ടവരെ ആവശ്യമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ഇത്രമാത്രം ആകർഷണമുള്ളവരായി സൃഷ്ടിക്കുന്നതിന് കാരണം നമുക്ക് അവരെ കൈകളിൽ എടുക്കുവാനും ആശ്ലേഷിക്കുവാനുമൊക്കെയാണ്. അതാണ് അവർക്ക് ആവശ്യം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദങ്ങളിൽ ഒന്നായി ഞാൻ അനുഭവിച്ചത് ഞങ്ങളുടെ മൂത്ത കുട്ടിയെ കൈകളിലെടുത്ത് താലോലിച്ച അവസരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഒക്കെ കളിപ്പിക്കുന്നത്, അവരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത് എത്രയധികം സന്തോഷം നൽകുന്ന കാര്യമാണല്ലേ? എത്ര അനുഗ്രഹീതമാണത്. ദൈവം നമ്മെ ഈ പറഞ്ഞതുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുട്ടി വളർന്നു കഴിഞ്ഞാലും അവൻ സ്നേഹത്തിനും സഹതാപത്തിനുമായി മാതാപിതാക്കളുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവൻ അവൻ്റെ വിരൽ മുറിച്ചിട്ട് മമ്മിയുടെ അടുത്തേക്ക് ഓടി വന്നു. അവൾ അവിടെ ഒരു ചുംബനം കൊടുത്തു കഴിയുമ്പോൾ വേദന മുഴുവൻ പോകുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേദനയ്ക്ക് ശമനമില്ലെങ്കിൽ തന്നെ കാര്യം നേരെയാകുന്നു. ഈ പറഞ്ഞതുപോലുള്ള സ്നേഹം ഇല്ലാതെ വന്നാൽ കുട്ടി ജീവിതത്തിൽ എന്തെല്ലാം മനസ്സംബന്ധിയായ വൈകല്യങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഓർക്കണം. ഈ കാര്യത്തിൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വാസ്തവമാണ്. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ വളരുന്ന കുഞ്ഞുങ്ങൾ ശരിയായ വളർച്ച പ്രാപിക്കുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ കഴുകൻ കുഞ്ഞിനെ കൂട്ടിൽ നിന്നും തള്ളി താഴെ കളയേണ്ട സമയം വരും. കൗമാരപ്രായത്തിൽ മാതാപിതാക്കളിൽ നിന്നും അകന്നു കഴിയുവാൻ അവൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ്റെ സ്നേഹം മറ്റൊരാളിലേക്കാകുന്നു. ഒടുവിൽ അവൻ്റെ മക്കളിലേക്കാകുന്നു സ്നേഹം മുഴുവനും. എന്നാൽ നമുക്കെപ്പോഴും പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുവാനായി മറ്റുള്ളവരെ ആവശ്യമാണ്. പാവം ഇയ്യോബിന് തൻ്റെ മക്കളെ മുഴുവൻ ഒരൊറ്റ ദിവസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കൂ. 7 പുത്രന്മാരും 3 പുത്രിമാരും. മൂന്നാമതായി, മനുഷ്യൻ്റെ ക്ഷേമത്തിൽ ആരോഗ്യം ഒരു വലിയ ഘടകമാകും. സാധാരണ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ കാരണങ്ങൾ പരിശോധിച്ചാൽ അവരിൽ ഒരു നല്ല പങ്ക് അനാരോഗ്യത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
ശാരീരിക ക്ലേശം അനുഭവിക്കേണ്ടി വന്നാൽ പിന്നെ എല്ലാം ഒരു രസം കാണില്ല, ഇല്ലേ? ആരോഗ്യം നമുക്ക് അത്യാവശ്യമാണ്. അനാരോഗ്യം കാരണം എത്രയെത്ര വിശുദ്ധന്മാർ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരായി കിടക്കയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. നിങ്ങളും ഞാനും പഠിച്ചിട്ടില്ലാത്ത വിധം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഈ പ്രിയപ്പെട്ടവർ പഠിച്ചിട്ടുണ്ടാകും. ഒരു നല്ല പങ്കും ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിച്ചത് തന്നെ രോഗാവസ്ഥയിലാണ്. ഇയ്യോബിൻ്റെ ആരോഗ്യം എടുത്തു കളയുവാൻ സാത്താനെ ദൈവം അനുവദിച്ചു. അത് ഇയ്യോബിനുണ്ടായൊരു ഭയങ്കര അടിയായിരുന്നു. നാലാമതായി, ഇതുപോലൊരവസരത്തിൽ ഇയ്യോബിന് വളരെയധികം സ്നേഹവും സഹതാപവും ലഭിക്കേണ്ടിയിരുന്ന ഇടമായ തൻ്റെ ഭാര്യയിൽ നിന്നും അത് ലഭിച്ചില്ല. ദൈവം ആദാമിനൊരു തുണയെ നൽകി എന്ന് പറഞ്ഞാൽ അവൻ്റെ മറ്റേ പകുതി. ഞാൻ കരുതുന്നത് ഓരോ മനുഷ്യനും ദൈവം ഓരോ വാരിയല് നൽകിയിട്ടുണ്ട് എന്നത്രേ. അതായത് ഒരു ഭാര്യയെ നിയോഗിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ സന്തോഷത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് ദൈവം വിവാഹം സ്ഥാപിച്ചത്. ജീവിതത്തിൽ സംഘർഷത്തിലൂടെ പോകുന്ന അനേകരും ജീവിതത്തിൻ്റെ പണിശാലയിൽ നിൽക്കുന്നവർ, വിശ്വസ്തരും ശക്തിയുള്ളവരുമായി പോരാട്ടത്തെ അഭിമുഖീകരിക്കുന്നവർ തന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന തൻ്റെ ഭാര്യയോട് എന്നും സകലവും പറഞ്ഞ് ചിലപ്പോൾ അവളുടെ മടിയിൽ കിടന്ന് നെടുവീർപ്പിടുന്നവരാകും. ലോകത്തിനൊരു പക്ഷേ അത് അറിയുണ്ടാകില്ല. മറ്റെങ്ങും ഭാരം ഇറക്കി വെക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഇവർ വീട്ടിൽ സകല ഭാരത്തിനും ഒരു ചുമട് താങ്ങിയെ കണ്ടെത്തുന്നു. അതെത്ര അനുഗ്രഹകരമാകുന്നു എന്നോർക്കണം. അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തവർ വാസ്തവത്തിൽ കുടുംബജീവിതം ആസ്വദിക്കുകയല്ല. തൻ്റെ ഭാര്യയുടെ സഹതാപവും മനസ്സലിവുമൊക്കെ ഇയ്യോബിന് നഷ്ടമായി. തൻ്റെ കഷ്ടത്തിൽ അവനൊരു തുണയായിരുന്നില്ല. അഞ്ചാമതായി, സ്നേഹിതന്മാരുടെ കാര്യം. സ്നേഹിതന്മാർ വന്നിരിക്കുന്നത് ഇയ്യോബിനോടൊപ്പം വിലപിക്കുവാനാണ്. എന്നാൽ അവർ മരുഭൂമിയിലെ മരീചിക പോലെ മാത്രമായിട്ടാണ് ഇയ്യോബ് കണ്ടത്. ഈ സാഹചര്യത്തിൽ അവർ കയറി വരുന്നത് കണ്ടപ്പോൾ ഇയ്യോബ് ചിന്തിച്ചു അവർ ഒരു മരുപ്പച്ചയായിരിക്കുമെന്ന്. എന്നാൽ അവർ ഒരു മരീചിക മാത്രമായിരുന്നു. ഇയ്യോബ് തന്നെ അവരെ ഒടുവിൽ വിളിച്ചത് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്നത്രേ. എന്തുകൊണ്ടാണ് അതങ്ങനെ എന്ന് നാം കാണുവാൻ പോകുകയാണ്. സാത്താന് ഇനിയും ഇയ്യോബിനോട് എന്ത് ചെയ്യുവാൻ കഴിയും? അവൻ ഇയ്യോബിൻ്റെ സകല താങ്ങുകളും എടുത്തുമാറ്റി. ഇനിയും സാത്താൻ കടന്ന് ഇയ്യോബിൻ്റെ സകല ജീവിത പ്രമാണങ്ങളും മൂല്യങ്ങളും നശിപ്പിക്കുവാൻ പോകുകയാണ്. ഇനിയും നാം പഠിക്കുവാൻ പോകുന്ന സംവാദത്തിൽ നാം ശ്രദ്ധിക്കുവാൻ പോകുന്നത് ഇതത്രേ. ആറാമതായി, തൻ്റെ വിലയും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ നിലയും മേന്മയുമൊക്കെ ഇയ്യോബിന് നഷ്ടമായതുപോലെ തോന്നുന്നു. തൻ്റെ ആത്മാവിന് പകരമായി ഒരു മനുഷ്യൻ എന്ത് കൊടുക്കുവാൻ സാധിക്കും? ഒരു ഗുളികയ്ക്കു വേണ്ടിയോ ദുഷിച്ച സുഹൃത്തുക്കളെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടിയോ തങ്ങളുടെ വിലപ്പെട്ട ജീവിതത്തെ വലിച്ചെറിയുന്ന യുവാക്കളോട് ദൈവം സഹതപിക്കുന്നു. മനുഷ്യനോട് ശരിയായ മൂല്യങ്ങൾ ചേർത്ത് വെക്കുന്നത് ദൈവമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരെന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എന്നിട്ടും അവൻ നമ്മോട് പറയുന്നത് അവയിൽ ഒന്നുപോലും സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴുന്നില്ല എന്ന്. ഈ കുരുകിലിനേക്കാളും വിശേഷതയുള്ളവരാണ് നാം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് നമുക്ക് വിശേഷത കൂട്ടിത്തരുന്നതെന്നറിയാമോ? ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് ആ പ്രത്യേകത. നാം എത്രമാത്രം വിലയുള്ളവരാകുന്നു എന്ന് അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയോളമാണ് നമ്മുടെ വിലയും. അത് നിർണയിക്കുവാൻ ആർക്ക് കഴിയും? പലപ്പോഴും നാം നമ്മുടെ വില മനസ്സിലാക്കുകയില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ വില അംഗീകരിക്കുകയുമില്ല. ഇത് വളരെയേറെ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നു എന്ന് നാം അറിയുന്നില്ല. മ്യൂറിറ്റസ് എന്ന വലിയ പണ്ഡിതൻ ഒരിക്കൽ നടന്നു പോകുമ്പോൾ രോഗിയായി, അവശനായി, വഴിയരികിൽ ബോധം കെട്ടു വീണു. ആരോ വഴിപോക്കർ ഈ ഭിക്ഷുവിനെ ഒരു ആശുപത്രിയിലാക്കി. കണ്ടാൽ യാതൊരു വിലയും തോന്നാത്ത ഈ മനുഷ്യൻ്റെ ചുറ്റും കൂടിയ ഡോക്ടർമാർ ഓരോന്ന് ഇങ്ങനെ ലത്തീൻ ഭാഷയിൽ പറയുന്നുണ്ടായിരുന്നു. അവർക്കൊരു കളി. അവർ പറഞ്ഞു, അല്ല, ഈ വിലകെട്ട മനുഷ്യനെ ശരിയാക്കി അങ്ങോട്ട് വിട്ടാൽ എന്താണ് പ്രയോജനം? നമ്മളെന്തിനാ മെനക്കെടുന്നത്? പ്രയോജനമൊന്നുമില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഇയാളൊരു ശല്യവുമാകും. നാട് നീളെ നടന്ന് ഭിക്ഷയെടുക്കുകയല്ലേ പണി. അങ്ങനെ ഓരോന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. മ്യൂറിറ്റസ്, അദ്ദേഹത്തിന് ലത്തീൻ ഭാഷ നല്ല വശമുണ്ടായിരുന്നു. അത് പണ്ഡിതന്മാരുടെ ഭാഷയാണല്ലോ. അദ്ദേഹം എല്ലാം കേട്ടിട്ട് അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു. എന്നിട്ട് ലത്തീനിൽ തന്നെ ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, യേശുക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവരിൽ ഒരുത്തനെയും വിലകെട്ടവനെന്ന് പറയരുതേ. അതെ, നമ്മുടെ വിലയും നിലയും നമുക്കില്ലാതെ തോന്നുന്ന ഒരവസ്ഥയിൽ പിശാച് നമ്മെ കൊണ്ടെത്തിക്കും. ഇനിയും ജീവിച്ചിട്ട് തന്നെ കാര്യമുണ്ടോ എന്ന് നാം ചോദിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകും.
ആർക്കാണ് ഞാൻ വിലയുള്ളവൻ? ഇത്രയും നാൾ ജീവിച്ചിട്ട് എന്താണ് സാധിച്ചത്? ഒടുവിൽ ഇങ്ങനെ വന്നല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് തന്നെ വിലകെട്ടവനും അന്തസ്സില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയുമായി തോന്നുന്ന പക്ഷം ആ ചിന്ത മറ്റാരുമല്ല കൊണ്ടുവന്നത്, പിശാചാണ്. നിങ്ങളെപ്പോലെ വിലയുള്ളവർ മറ്റാരാണ്? നിങ്ങളെയും തേടിയാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അവൻ വന്നു എന്ന് മാത്രമല്ല, തൻ്റെ വിലപ്പെട്ട രക്തം അവൻ താങ്കൾക്ക് വേണ്ടി ചൊരിഞ്ഞു. നിങ്ങളുടെ വിലയും നിലയും ഒന്നും മനസ്സിലാക്കൂ. ഏഴാമതായി, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള ബോധം ഇയ്യോബിന് നഷ്ടപ്പെടും. എല്ലാം അവസാനിക്കുന്നതിന് മുൻപ് അവൻ വിമർശന ബുദ്ധിയും ദോഷം മാത്രം കാണുന്നവനുമായിരിക്കും. ഈ പുസ്തകം പഠിക്കുമ്പോൾ നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ബൈബിളിലെ മറ്റേതൊരു പുസ്തകത്തെയും പോലെ തന്നെ ഇയ്യോബിൻ്റെ പുസ്തകവും ദൈവാത്മപ്രേരിതമാണ്. എന്നാൽ ഇതിലെ കഥാപാത്രങ്ങൾ പറയുന്നതെല്ലാം സത്യമല്ല. ഞാൻ പറയുന്നതിനെ വിശദീകരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്. നിങ്ങൾ മരിക്കയില്ല എന്ന് സാത്താൻ ഹവ്വായോട് പറഞ്ഞപ്പോൾ അങ്ങനൊരു കള്ളം പറയുവാൻ സാത്താൻ ദൈവാത്മപ്രേരിതനായതിനാലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. എന്നാൽ അവൻ്റെ കള്ളത്തിൻ്റെ രേഖ ദൈവനിശ്വാസ്യമാണ്. ബൈബിളിലെ എല്ലാ പ്രസ്താവനകളും സത്യമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ ആരാണ് ആ പ്രസ്താവന നടത്തുന്നതെന്ന് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പുരുഷന്മാർ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു. ഒടുവിലായി, അതെ, എട്ടാമതായി, ദൈവസ്നേഹത്തിൻ്റെ ആ ബോധവും ഇയ്യോബിന് നഷ്ടപ്പെടും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെയാണ് പിന്നീട് കരഞ്ഞത്, സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, അവയുടെ വിഷം എൻ്റെ ആത്മാവ് കുടിക്കുന്നു, ദൈവത്തിൻ്റെ ഘോരത്വങ്ങൾ എൻ്റെ നേരെ അണിനിരന്നിരിക്കുന്നു എന്ന്. പിന്നെ 9-ാം അധ്യായത്തിൽ നാം അവൻ്റെ നിലവിളിയായി കേൾക്കുന്നത്, ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല എന്നത്രേ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കരങ്ങളും എൻ്റെ കരങ്ങളും കൂടി ഒരുമിച്ച് പിടിച്ച് ഞങ്ങളെ ഒന്നിപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഇയ്യോബ് കരയുന്നത്. ഇയ്യോബിൻ്റെ ഈ കരച്ചിലിൻ്റെ മറുപടിക്കായി നാം പുതിയ നിയമത്തിലേക്കാണ് പോകേണ്ടത്. 1 തിമോത്തിയോസ് 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. നിങ്ങൾക്കും എനിക്കും നമ്മുടെ മധ്യസ്ഥനായി ഒരാൾ ഉള്ളതിനാൽ ദൈവത്തിന് സ്തോത്രം. നാം ഇനിയും പഠിക്കുവാൻ പോകുന്ന ഭാഗത്തിൻ്റെ മുഖവുരയായി ഞാൻ ഇത്രയും പറഞ്ഞതിന് കാരണം 3 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിലെ പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാനുഷികമായി നോക്കിയാൽ ഒരു വിധത്തിലും രക്ഷപ്പെടുവാൻ കഴിയാത്തതുപോലെ സാത്താൻ ഇയ്യോബിനെ ഒതുക്കി ഞെരുക്കി അവനുള്ള സകലതും ഉരിഞ്ഞുകളഞ്ഞു. ഇതിനേക്കാൾ പരിതാപകരമായ ഒരവസ്ഥയിലെത്തിയ ഒരു മനുഷ്യൻ വേറെ കാണില്ല എന്നതിനാൽ ഈ പാഠങ്ങൾ പഠിക്കുവാൻ ഇയ്യോബിനോളം നല്ല ഒരു മാതൃക നമുക്കില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ആശ്വസിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെങ്കിലും കണ്ടെന്നു വരും. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടാൽ സ്നേഹിതർ സഹായത്തിന് വരും. പിടിച്ചു നിൽക്കുവാൻ എന്തെങ്കിലും നമുക്കുണ്ടായി എന്ന് വന്നേക്കാം. ഇതോ 3 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിൽ 3 വട്ടം സംസാരിക്കുന്നുണ്ട്. ഒന്ന്, ഇയ്യോബ് സംസാരിക്കുന്നു. പിന്നീട് എലീഫസ് തുടർന്ന് ഇയ്യോബ് അതിന് മറുപടി നൽകുന്നു. 2, ബിൽദാദ് സംസാരിക്കുന്നു. തുടർന്ന് ഇയ്യോബ് മറുപടി നൽകുന്നു. 3, സോഫർ സംസാരിക്കുന്നു. ഇയ്യോബ് അവന് മറുപടി നൽകുന്നു. ഈ വിധത്തിൽ 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഒരു വ്യത്യാസമുള്ളതെന്തെന്നാൽ സോഫർ 3ാമതൊരു സംവാദം നടത്തുന്നില്ല എന്ന് മാത്രം. ഒരു മത്സരത്തിൻ്റെ സ്വഭാവമുള്ളതാണ് ഇവിടുത്തെ സംസാരം. 7 ദിവസങ്ങൾ ഇയ്യോബിൻ്റെ സ്നേഹിതർ ഒന്നും ഉരിയാടാതെ ഇയ്യോബിനോട് കൂടിയിരുന്നു. അതിനിടയിൽ അവർ എല്ലാവരും ചിന്താമഗ്നരായിരുന്നിരിക്കണം. ഇയ്യോബിൻ്റെ ഭീകരമായ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു കാണും, എന്തുകൊണ്ട് അവന് ഈ കഷ്ടതകൾ ഉണ്ടായി എന്ന്. പണ്ടുകാലം മുതൽ പൊതുവെ അംഗീകരിച്ച പ്രമാണമാണ് അവർ ഈ പ്രശ്നത്തിന് പ്രതിവിധിയായി ചൂണ്ടിക്കാണിച്ച പ്രമാണം. ദൈവം ദുഷ്ടനെ ശിക്ഷിക്കുകയും ശിഷ്ടന്മാരെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ ഇങ്ങനെ സാധ്യമാണോ? തൻ്റെ ഭാഗമായി ഇയ്യോബും ധ്യാനിക്കുകയാണ്. അവനുണ്ടായ അഭിവൃദ്ധി ദൈവത്തിൻ്റെ അനുഗ്രഹമായി അവൻ കണക്കാക്കുന്നുണ്ട്. അവൻ വിശ്വസ്തനും നീതിമാനുമായിരുന്നു. ദൈവം വിശ്വസ്തതയ്ക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു. അവൻ കുറഞ്ഞപക്ഷം വിശ്വസ്തനായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കണം. ഇതെല്ലാം ദൈവത്തിൽ നിന്നാണോ? പക്ഷേ ഈ ആലോചനകൾ പുറത്തു പറയുവാൻ അവൻ തുനിഞ്ഞില്ല. നിശ്ചയമായും അവ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവൻ്റെ കഷ്ടതകൾ തീവ്രവും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ചുമട് അസഹനീയവുമാണ്. സ്നേഹിതന്മാരുടെ മൗനമായ സഹതാപം അവൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചില്ല. അവൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അവസാനം ചിറകെട്ടി നിന്ന ദുഃഖങ്ങൾ പൊട്ടിത്തെറിച്ച് കൈപ്പേറിയ ശാപവചനങ്ങളും വിലാപങ്ങളുമായി പ്രവഹിച്ചു. 3-ാം അധ്യായം ആരംഭിക്കുന്നത്, അനന്തരം ഇയ്യോബ്
വായ് തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ, ആ നാൾ ഇരുണ്ടുപോകട്ടെ. മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ, പ്രകാശം അതിന്മേൽ ശോഭിക്കുകയുമരുതേ. ഇരുളും അന്ധതമസും അതിനെ സ്വാധീനമാകട്ടെ. ഒരു മേഘം അതിന്മേൽ അമരട്ടെ, പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ. ഭയാനകമായ വാക്കുകളില്ലേ, അലങ്കാരബഹുലമായ ഭാഷ. എന്നാൽ നിങ്ങളിതെല്ലാം കൂട്ടി ഒന്ന് തിളപ്പിച്ചരിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് എന്താണെന്നറിയാമോ? ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നത്ര ഇയ്യോബ് പറയുന്നത്. നിങ്ങളങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മൾ അനേകരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ നിരാശകൾ വന്നപ്പോൾ. ഇതത്ര ഇയ്യോബ് പറയുന്നത്. അവൻ പദ്യഭാഷയിൽ പറയുന്നു എന്ന് മാത്രം. ഇയ്യോബ് മടുത്തു പോയതുപോലെ കാണപ്പെടുന്നില്ലേ? സ്വാഭാവികമാണ്. എന്നാൽ ഈ വലിയ പാഠം നമ്മുടെ ജീവിതത്തിൽ മടുത്തു പോകാതിരിക്കുവാൻ നമ്മെ സഹായിക്കണം. ഇന്ന് ശ്രദ്ധിച്ചതായ ഈ പഠനം നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം നൽകുന്നതായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവവചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കട്ടെ.